പ്രവാസിയുടെ നൊമ്പരം ഭാഗം 5. സുമയ്യ. അവൾ ഇന്ന് മുക്രിക്കാന്റെ വീടിന്റെ മരുമകളാണ്. ആ വീടിനും വീട്ടുകാർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കേണ്ടവൾ. ഇവിടെ സന്തോഷം നിറക്കാൻ തനിക്ക് കഴിയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഉമ്മാക്ക് തണലാവാനും ഉപ്പാക്ക് തുണയാവാനും പൂമോൾക്ക് കൂടപ്പിറപ്പാവാനും ഭർത്താവിന് എല്ലാം ആവാനും ഇനി താനാണുള്ളത്. തൻ്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും വാക്കുകൾ തന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മോളെ, നീയാണ് ആ കുടുംബത്തിന് ധൈര്യം കൊടുക്കേണ്ടത്. നിനക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് പടച്ചോൻ തന്നത്. ഇവിടെ നീ ഞങ്ങളുടെ കുഞ്ഞാണ്, പക്ഷേ അവിടെ നീ മരുമകളാണ്. ആ സ്ഥാനം മകളായി മാറ്റണം. അവിടെ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ നിനക്ക് കഴിയണം മോളെ. തനിക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതാണ് ജീവിതത്തിൽ ഇനി തൻ്റെ ലോകം ഇതാണ്. ഇത്താത്ത, എന്താ ഇവിടെ നിൽക്കുന്നേ? വാ. ആ പൂമോളെ, വരാം. ഇത്താത്ത ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? ആ കഴിക്കണം. അല്ല, അജ്മൽക്ക് എവിടെ? ഇക്കാക്ക പുറത്തെവിടെയോ ഉണ്ട്. എന്താ, വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. ആ എന്നാൽ വാ, ഉമ്മച്ചി വിളിക്കുന്നു. പൂമോളുടെ കൂടെ നടക്കുമ്പോഴും അവൾ ഓർത്തത് ഇക്കാനെ കുറിച്ചായിരുന്നു. ഇത്ര നേരമായിട്ടും ഇക്ക തൻ്റെ അടുത്തേക്ക് ഒന്നും വന്നില്ലല്ലോ. ഇവിടെ എത്തിയ സമയത്ത് കണ്ടതാ, പിന്നെ കണ്ടിട്ടേയില്ല. എന്തോ സങ്കടം വന്നു അവൾക്ക്. ആരും കാണാതെ അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. മോളെ വാ, എന്തെങ്കിലും കഴിക്ക്. അല്ല, അജു എവിടെ പൂമോളെ? എനിക്കറിയല്ലോ ഉമ്മച്ചി, ഈ ഇക്കാക്കാക്ക് ഒരു വിചാരമില്ല. ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്താത്ത കഴിക്ക്, ഞാനിപ്പോ വരാം. സുമിയ മെല്ലെ തട്ടി പൂമോള് പുറത്തേക്ക് നടന്നു. മോള് കഴിക്ക്, ഓനെ അങ്ങ് വന്നോളും. ഉമ്മയും ഇരിക്ക്, ഞാനിരിക്കാം. അല്ല ഉമ്മ, ഉപ്പ എവിടെ? ചോറ് കഴിക്കാൻ വിളിക്ക്. ഉപ്പാക്ക് രാത്രി ചോറൊന്നും പറ്റൂല മോളെ. കഞ്ഞിയാ ഉപ്പാക്ക് രാത്രി. ഉപ്പ കഞ്ഞി കുടിച്ച് പുറത്തുണ്ട്. പൂമോള് നേരെ പോയത് ഇക്കാക്കനെ നോക്കിയാണ്. മുറ്റത്തൊരു സൈഡിൽ കൂട്ടുകാരോടൊത്ത് സംസാരിച്ചിരിക്കുന്ന അജുവിനെ അവൾ കണ്ടു. ഇക്കാക്ക. എന്താ മോളെ? അല്ല ഇക്കാക്ക, ഇന്നിവിടെ എന്തായിരുന്നു? എന്താടി നീ ഇങ്ങനെ ചോദിക്കുന്നേ? പറ, എന്തായിരുന്നു? എന്റെ കല്യാണം. എന്താ, നിനക്ക് വട്ടായോ? ആഹാ, എനിക്ക് കുറച്ച് വട്ടുണ്ട്. അല്ല, ഇക്കാക്ക ഇവിടെ ഒരാളെ കെട്ടിക്കൊണ്ടു വന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആരെങ്കിലും പറയണോ? അത് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുക. പിന്നെ കൂട്ടിന് നീ ഇല്ലേ അവൾക്ക്? ഓ പിന്നെ ഞാൻ നിന്നാൽ മതിയോ എപ്പോഴും കൂട്ടിന്? സുഹൈൽക്ക, എല്ലാരും ഒന്ന് പോയേ, ബാക്കി നാളെ പറയാം. കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇത്ര നേരമായിട്ടും ഇക്കാക്കനെ വിടാനായില്ലേ നിങ്ങൾക്കൊന്നും? പൂമോളെ, ഞങ്ങൾ പോവാ. അവനാ ഇവിടുന്ന് മാറാതെ നിൽക്കുന്നേ. നാണം കൊണ്ടായിരിക്കും. ഒന്ന് പോടാ. അജു സുഹൈലിനെ ഒന്ന് പിച്ചി. ആ ശരി ശരി, ഇക്കാക്ക വാ. കാക്കാന്റെ ചെവിയും പിടിച്ച് തിരുമ്മി പൂമോള് വരാന്തിയിലേക്ക് കയറി. അപ്പോഴാണ് ഉപ്പയും ഇക്കയും അവിടെ ഇരിക്കുന്നു കണ്ടത്. എന്താ മോളെ, അവനെ നീ വഴക്ക് പറയുന്നേ? ഒന്നുമില്ല ഉപ്പ, ഈ ഇക്കാക്ക ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. ഉപ്പ പോയി കിടന്നോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. എടി വിടടി, വേദനിക്കുന്നോ? ഞാൻ വന്നോളാം. അവൾ അവന്റെ ചെവിയിൽ നിന്ന് കൈമാറ്റി. അളിയ, ഇങ്ങക്ക് ഇവളെ വേണല് ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. പൂമോളുടെ ഭർത്താവ് അവളെ നോക്കി ചിരിച്ചു. അല്ല അജു. ആ ആഹാ, അപ്പോൾ നിന്നെ കൊല്ലാൻ നടക്കുക. ഇങ്ങു വാ. അജുവിനെ പിടിച്ചു വലിച്ച് പൂമോള് അടുക്കളയിലേക്ക് നീങ്ങി. പൂമോളെ കൂടെ പോകുമ്പോൾ അജുവിന് സന്തോഷമായിരുന്നു. തന്റെ പൂമോള് കാര്യബോധമുള്ള പെണ്ണായതിൽ. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ ഉമ്മയും സുമിയും ഫുഡ് കഴിക്കാനിരിക്കുന്നു. എന്താണ്, നിനക്ക് ഒരു ഓർമ്മയില്ലാതായോ? പാവം കുട്ടി, നിന്നെയും കാത്തിരിക്കുക. നീ ഇരിക്ക്. അജു തലചരിച്ച് സുമിയുടെ മുഖത്തേക്ക് നോക്കി. സങ്കടമാണ് മുഖത്ത്. പക്ഷേ ഒന്നും മിണ്ടാതെ അവൻ അവളെ അരികിലിരിക്കാതെ നേരെ മാറിയിരുന്നു. ഇത്ര നേരമായിട്ടും താനൊന്നും മിണ്ടിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. മനഃപൂർവ്വമാണ്. അവളെ അരികിലെത്തിയാൽ പിന്നെ അവളെ വിട്ടിട്ട് പോവാൻ തനിക്കാവില്ലെന്ന് നന്നായി അറിയാം. കുറച്ച് സങ്കടം നല്ലതാ. അതിന്റെ ഇരട്ടി താൻ അവൾക്ക് സ്വർഗം കൊടുക്കുന്നത് അവൾ കാണട്ടെ. ഉമ്മ, എനിക്ക് വിശപ്പില്ല, ചോറൊന്നും വേണ്ട. അജു, കളി ഒഴിവാക്ക്.
രാത്രി പട്ടിണി കിടക്കാൻ പാടില്ല. ഇക്കാക്ക ഇനിയും കിട്ടണോ? പൂമോളുടെ വാക്കിന് മുന്നിൽ കുറച്ച് ഭക്ഷണം കഴിച്ചു അജു വേഗം എഴുന്നേറ്റു. മോനെ, മോളെയും കുട്ടി വേഗം പോയി ഉറങ്ങാൻ നോക്ക്. ഇന്നലെ ഉറങ്ങാത്തതല്ലേ, ആ കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവും. സുമി ഉമ്മാനെ നോക്കി പുഞ്ചിരിക്കുകയല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. നല്ല സങ്കടം ആ മനസ്സിലുണ്ടെന്ന് അവന് മനസ്സിലായി. കണ്ടപ്പോൾ പാവം തോന്നി. എന്നിട്ടും അവന് സ്വയം നിയന്ത്രിച്ച് റൂമിലേക്ക് നടന്നു. പൂമോളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് തന്റെ ഇക്കാക്കാനെ എല്ലാവരേക്കാളും കൂടുതൽ അറിയാം. അതുകൊണ്ട് വിഷമം തോന്നിയില്ല. പാവം ഇത്താത്ത. അവൾ സുമിയുടെ അടുത്തിരുന്നു. ഇത്താത്ത, ചോറ് മതിയെങ്കിൽ എഴുന്നേൽക്ക്. സുമി അവളെ നോക്കി ചിരിച്ചു. വേഗം എഴുന്നേറ്റ് കൈ കഴുകി അവൾ പാത്രങ്ങൾ കഴുകാനായി നിന്നു. അത് കണ്ട പൂമോള് വേഗം ചെന്ന്, ഇത്താത്ത വാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. 2 ദിവസം കഴിയട്ടെ, താത്താക്ക് എല്ലാ ജോലിയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ. പൂമോളെ, നീ അവളെ റൂമിൽ കൊണ്ടാക്ക്. പൂമോളൊരു ഗ്ലാസ് പാലും കയ്യിൽ കൊടുത്ത് അജുവിന്റെ റൂമിലേക്ക് അയച്ചു. റൂം വരെ പൂമോളും അനുഗമിച്ചു. സുമി പൂമോള് ഒന്ന് നോക്കി. അവൾ കണ്ണുറുക്കി കാണിച്ചു. പ്രോബ്ലം ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ. ഇത്താത്ത ചെല്ല്. അജു കാത്തിരിക്കുകയായിരുന്നു. അതാ വരുന്നു തന്റെ സുമി. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.